അടുത്തത് അറേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു അറേ തന്നിട്ടുണ്ട്. അറേ എന്ന് പറയുമ്പോൾ ഇന്റീജർ നമ്പേഴ്സ് മാത്രമേ വരാവൂ. ഡെസിമൽ നമ്പർ ഒന്നും വരാതെ ഒരു ഇന്റീജർ നമ്പർ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് വാല്യൂ അതൊന്ന് കണ്ടുപിടിക്കും. ടാർഗറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറയ്ക്കകത്ത് കൊടുക്കുന്ന വാല്യൂസ് ഏതെങ്കിലും രണ്ട് വാല്യൂസ് കൂട്ടുമ്പോൾ നമ്മൾ ടാർഗറ്റ് വാല്യൂ കിട്ടുന്നെങ്കിൽ ഏതൊക്കെ രണ്ട് വാല്യൂസ് ആണ് കൂട്ടിയത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ റിട്ടേൺ ചെയ്ത് തരണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളതിൽ ഒരു അറയുണ്ട്, അറയ്ക്കകത്ത് ഇന്റീജർ നമ്പേഴ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളതിൽ ഒരു ഇന്റീജർ എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിനകത്ത് ഒരു നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അറയ്ക്കകത്തുള്ള അറയ്ക്കകത്തുള്ള വാല്യൂസ് കൂട്ടുമ്പോൾ ടാർഗറ്റ് വാല്യൂ കിട്ടുന്നെങ്കിൽ ആ കൂട്ടിയ വാല്യൂവിന്റെ ഇൻഡെക്സ് പൊസിഷൻ റിട്ടേൺ ചെയ്ത് തരണം. അപ്പൊ നമ്മളതിൽ ഒരു അറയുണ്ട്, നമ്മളതിലൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് ഈ 9 ടാർഗറ്റ് ചെയ്യാനുള്ള ഈ 9 എന്ന വാല്യൂ എന്ത് ചെയ്യണം, ഈ അറയ്ക്കകത്തുള്ള ഏതെങ്കിലും വാല്യൂ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടണം. ഇപ്പൊ ടാർഗറ്റ് 9, ഇതാണ് മാറ്. അപ്പൊ ഏതൊക്കെ വാല്യൂസ് കൂട്ടി 9 കിട്ടും? 2ഉം 7, 2 7ഉം കൂട്ടി കഴിഞ്ഞാൽ 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏത് അക്കൗണ്ട് കൊണ്ട് കൂട്ടുമ്പോൾ ആ വാല്യൂ കിട്ടുന്ന അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ, രണ്ടാമത്തെ ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ 0ത്തും ഏഴാമത്തെ വാല്യൂ ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ 1ലുമാണ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ടാർഗറ്റ് വാല്യൂ ഏതുമായിട്ട് മാച്ച് ചെയ്യുമോ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ റിട്ടേൺ ചെയ്ത് തരണം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. ഇപ്പൊ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പൊ കോൺസ്റ്റന്റ് തന്നെ ഡിക്ലെയർ ചെയ്യാം. കോൺസ്റ്റന്റ് വാല്യൂ മാറുന്നില്ലേ, കോൺസ്റ്റന്റ് അറേ ഈക്വൽ ടു സാധാ ഈക്വൽ ടു അസ്. എന്നിട്ട് വാല്യൂസ് കൊടുക്കാൻ 2, 7, 11, 50. ഓക്കെ, നമ്മൾ ഒരു അറയ്ക്കകത്ത് ഇന്റീരിയസ് വാല്യൂസ് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അത് കോൺസ്റ്റന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ടാർഗറ്റ് ഈക്വൽ ടു 9 ആണ് ടാർഗറ്റ് ചെയ്യാനുള്ള. സെമികോളം കൊടുക്കാതിരിക്കാം, ഓപ്ഷനിലാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ലൂപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ള വാല്യൂസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. 2 ലൂപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലൂപ്പിന്റെ അകത്തൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ലൂപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് എന്ന് പറയുമ്പോൾ അത് ഈ 2 ഈ 3 വാല്യൂ ആയിട്ട് കൂട്ടും. 2 7 ആയിട്ട് കൂട്ടും, 2 11 ആയിട്ട് കൂട്ടും, 2 15 ആയിട്ട് കൂട്ടും. അത് കണക്ക് 7 11 ആയിട്ട് കൂട്ടും, 7 15 ആയിട്ട് കൂട്ടും. അത് കണക്ക് 11 15 ആയിട്ട് കൂട്ടും. ആ ഒരു രീതിയിലാണ് ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ 9 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 7ഉം കൂട്ടുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് വേറെ വല്ല സംഖ്യ ഇപ്പൊ 18 കിട്ടാളയാണെങ്കിൽ എന്ത് ചെയ്യണം, 2 7 ആയിട്ട് കൂട്ടും, 2 11 ആയിട്ട് കൂട്ടും, 2 15 ആയിട്ട് കൂട്ടും. പിന്നെ 18 ടാർഗറ്റ് വാല്യൂ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, 7 11 കൂട്ടുമ്പോൾ മാത്രമേ 18 കിട്ടത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ലൂപ്പ് കറങ്ങാൻ വേണ്ടി പരസ്പരം കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ 2 ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോ വാല്യൂസ് എടുക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ ലെറ്റ് ഐ ഈക്വൽ ടു 0, 0th പൊസിഷൻ തുടങ്ങണം. എന്നിട്ട് ഐ ലെസ് ദാൻ സൈസ് കൊടുക്കാം, അറേ ഡോട്ട് ലെങ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അറേയുടെ സൈസ് കിട്ടും. അല്ലെങ്കിൽ അതാണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. കോൺസ്റ്റന്റ് സൈസ് ഈക്വൽ ടു ARR ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ സൈസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാം. രണ്ടും സെയിം ലോജിക്ക് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഐ പ്ലസ് പ്ലസ് കള്ളി ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും അടുത്തടുത്ത വാല്യൂ കൂട്ടാൻ വേണ്ടി. അതിനുവേണ്ടി ഫോർ ലെറ്റ് ജെ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 7ഉം ആണ് എനിക്ക് കൂട്ടാനുള്ളത്. അപ്പൊ ജെയുടെ വില എടുക്കാൻ നേരത്ത് ജെ ഐക്ക് 0 ആണെങ്കിൽ 0 + 1, അപ്പൊ 2ഉം 7ഉം. ഈ രണ്ടാമത്തെ 7 കിട്ടും. അതിനുവേണ്ടിയാണ് ഐ പ്ലസ് കൊടുത്തത്. അപ്പൊ ഓരോ ലൂപ്പ് കറങ്ങാൻ നേരത്തും അടുത്ത ഒരു സംഖ്യ എടുത്ത് ജെ ഇങ്ങനെ പൊയ്ക്കത്തുള്ളൂ. അത് എക്സ്പ്ലനേഷൻ ചെയ്യാൻ നേരത്ത് പറയാം. സെമികോളൻ ജെ ലെസ് ദാൻ സൈസ് എന്നിട്ട് എന്ത് ചെയ്യണം, ജെനെ ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, കള്ളി ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് ടാർഗറ്റ് വാല്യൂ എപ്പോൾ കിട്ടോ അപ്പൊ എന്ത് ചെയ്യണം, ലൂപ്പിൽ നിന്ന് വെളിയിൽ ചാടണം. എന്നിട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇഫ് ടാർഗറ്റ് വാല്യൂ എപ്പോൾ കിട്ടുമ്പോൾ ടാർഗറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി ARR ഓഫ് ഐ പ്ലസ് ARR ഓഫ് ജെ ഈക്വൽ ടു ടാർഗറ്റ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം, ഇൻഡെക്സ് പൊസിഷൻ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിന്റെ അകത്ത് ബാക്ക് ടാറ്റിക്സ് യൂസ് ചെയ്താണ് പ്രിന്റ് ചെയ്യണത്. ഡോളർ കർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ARR ഓഫ് ARR ഓഫ് അല്ല, എ ഓഫ് അയ്യോ ഓക്കെ, എ ഓഫ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഡോളർ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക,
ഐ അത് കണക്ക് സ്പേസ് ഇട്ടിട്ട് എ കർലി ബേസ് ബ്രാക്കറ്റ് വീണ്ടും ഡോളർ കർലി ബേസ് ഓപ്പൺ ചെയ്യുക ജെ. നമുക്ക് ആൾറെഡി തന്നെ ഉത്തരം കിട്ടി 0യും 1ഉം. കാരണം ടാർഗറ്റ് വാല്യൂ എത്രയാണ് 9 കിട്ടാനുള്ളത്. അപ്പൊ അത് ഏതൊക്കെ സംഖ്യ കൂട്ടിയാൽ കിട്ടും? 2 7 കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. രണ്ടാമത്തെ വാല്യൂ ഇരിക്കുന്നത് 0th പ്ലേസിൽ, 7th വാല്യൂ ഇരിക്കുന്നത് 1ാമത്തെ പ്ലേസിലുമാണ്. അതാണ് എ ഓഫ് 0 എ ഓഫ് 1 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇതാണ് അതിന്റെ ലോജിക്ക്. അപ്പൊ അതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അറേ ഡിക്ലെയർ ചെയ്യും. അറേ 2 7 11 15 2 7 11 15 ഒരു ടാർഗറ്റ് വാല്യൂ 9. അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും 2 വാല്യൂസ് കൂട്ടുമ്പോൾ ടാർഗറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ അതിനെ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണം. ഇതുപോലെ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണം. അതിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്ത് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിനകത്ത് അറേയുടെ ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സൈസിനകത്ത് ഇരിക്കുന്ന വാല്യൂ 1 2 3 4 4 സൈസിനകത്ത് ഇരിക്കുന്ന വാല്യൂ. എന്നിട്ട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ എന്നുള്ള വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്ത്, എന്നിട്ട് ഐ ലെസ് ദാൻ സൈസ് എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പൊ 0 ലെസ് ദാൻ 4 കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയായതുകൊണ്ട് എന്ത് ചെയ്യും? കണ്ടീഷൻ ശരിയായതുകൊണ്ട് നേരെ അകത്തും ആ ഒരു 4ന്റെ അകത്തും ആ 4ന്റെ അകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു ഫോർ ലൂപ്പാണ് ഇരിക്കുന്നത്. അതിന്റെ അകത്ത് ജെ എന്നുള്ള വേരിയബിൾ, ആ ജെ എന്നുള്ള വേരിയബിളിനകത്ത് എന്ത് വാല്യൂ ആണ് ഇരിക്കുന്നത്? i+1 ആണ് ഇരിക്കുന്നത്. ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 0+1 എന്ന് പറയുമ്പോൾ 1. അപ്പൊ ജെക്കകത്തിരിക്കുന്ന വാല്യൂ 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? കണ്ടീഷൻ നോക്കും. ജെ ലെസ് ദാൻ സൈസ്. ഇപ്പൊ ജെക്കകത്തിരിക്കുന്ന 1ഉം സൈസിന്റെ വില 4. കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ലൂപ്പിന്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. ഇഫിന്റെ അകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കും. ARR ഓഫ് ഐക്കകത്തിരിക്കുന്ന വാല്യൂ 0. 0 + ARR ഓഫ് ജെക്കകത്തിരിക്കുന്ന വാല്യൂ 1 ഈക്വൽ ടു ടാർഗറ്റ് 9. അപ്പൊ ARR ഓഫ് 0ക്കകത്തിരിക്കുന്നത് 2 + ARR ഓഫ് 1 ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് 7. അപ്പൊ 7. അപ്പൊ 2 അതിന് 7 എത്രയാണ്? 9. അപ്പൊ 9 ഈക്വൽ ടു 9 ആണ്. അതുകൊണ്ട് ബോഡിക്കകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ 9 ആയതുകൊണ്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയത്. 9 ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 7 11 18 ഇവിടെ ഞാൻ 18 കൊടുക്കുന്നതെന്ന് വെച്ചോ. 18 കൊടുക്കുമ്പോൾ കണ്ട 1ഉം 2ഉം 7ഉം 11 ആഡ് ചെയ്താൽ മാത്രമേ 11 കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ആയിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ്? ടാർഗറ്റ് 18 ടാർഗറ്റ് സൈസ് 4. ഐക്കകത്തിരിക്കുന്ന വാല്യൂ ഇപ്പൊ 0 ആണ്. 0 i ലെസ് ദാൻ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ലെസ് ദാൻ 4 ഐ ലെസ് ദാൻ സൈസ് 0 ലെസ് ദാൻ 4 ശരിയാണ്. ശരിയായതുകൊണ്ട് ഇവിടെ കയറും. നേരെ ലൂപ്പിന്റെ അകത്ത് കയറും. ഫോർ ലൂപ്പിന്റെ അകത്ത് കയറും. അതിന്റെ അകത്ത് ഒരു ഫോർ ലൂപ്പാണ് ഇരിക്കുന്നത്. അതിന്റെ അകത്ത് എന്താണ്? ജെ ആണ് ഇരിക്കുന്നത്. ജെക്കകത്ത് എന്താണ് കൊടുത്തേക്കണം? i+1 ആണ്. i+1 എന്ന് പറയുമ്പോൾ 0 + 1 1. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. 1 ലെസ് ദാൻ സൈസ് 1 ലെസ് ദാൻ 4 ശരിയാണ്. ശരിയായതുകൊണ്ട് നേരെ ഇഫിന്റെ അകത്ത് ഇരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ARR ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐക്കകത്തിരിക്കുന്നത് 0 + ARR ഓഫ് ജെക്കകത്തിരിക്കുന്നത് 1 ഈക്വൽ ടു 18 ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പൊ ARR ഓഫ് 0 എന്ന് പറയുമ്പോൾ 2 അധികം ARR ഓഫ് 1ന്റെ അകത്തിരിക്കുന്ന 7 ഈക്വൽ ടു 18 അല്ല. കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ തെറ്റായതുകൊണ്ട് ഈ ഒരു ഇഫിന്റെ അകത്ത് കയറത്തില്ല. ഇഫിന്റെ അകത്ത് കയറാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നേരെ ജെനെ ഇൻക്രിമെന്റ് ചെയ്യും. ജെനെ ഇൻക്രിമെന്റ് ആക്കി എന്ത് ചെയ്യും? 2 ആക്കും. 2 ആക്കിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും കണ്ടീഷൻ നോക്കും. 2 ലെസ് ദാൻ 4 കണ്ടീഷൻ ശരിയാണ്. വീണ്ടും എന്ത് ചെയ്യും? ജെ എന്ന് പറഞ്ഞ ലൂപ്പിന്റെ അകത്ത് കയറും. ഇന്ന ലൂപ്പിന്റെ അകത്ത് കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ അകത്ത് ഇഫിന്റെ അവിടെ കയറി. ഇഫിന്റെ അകത്ത് കയറിയിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ARR ഓഫ് ഐയുടെ വില എപ്പോഴും 0. ഈ ഒരു ഈ ഇന്നർ ലൂപ്പ് തീർന്ന വരെ എന്ത് ചെയ്യും? ഐയുടെ വില കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്നർ ലൂപ്പ് തീർന്നിട്ട് മാത്രമേ വീണ്ടും ഐ ഇൻക്രിമെന്റ് ആകത്തുള്ളൂ. അപ്പൊ വീണ്ടും 0 + ARR ഓഫ് ജെയുടെ വില ഇപ്പൊ എത്ര എന്തായി? 2. അപ്പൊ നോക്കാം. 2 + അടുത്ത ഏതോ വാല്യൂ ആയിട്ട് കൂട്ടി നോക്കും. 11 ഈക്വൽ ടു 18. 13 ഈക്വൽ ടു 18 അല്ല. അപ്പൊ വീണ്ടും ജെയുടെ വില 3 ആവും. 3 വീണ്ടും കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ശരിയാണ്. ശരിയാകുമ്പോൾ എന്ത് ചെയ്യും? ARR ഓഫ് 0 + ARR ഓഫ് 3. അപ്പൊ 0 to ARR ഓഫ് 3 എന്ന് പറയുമ്പോൾ 15. അപ്പൊ 17 ആണ് ഉത്തരം. ഈക്വൽ ടു 18 അല്ല.
അല്ലാത്തതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, ജെയുടെ വില 4 വീണ്ടും കണ്ടീഷൻ നോക്കും 4 തെറ്റാണ്. തെറ്റായോണ്ട് ഇവിടെ വരും, തെറ്റായോണ്ട് ഇന്നർ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഔട്ടർ ലൂപ്പിൽ വരും. അപ്പൊ ഇന്നർ ലൂപ്പാണ് ആദ്യത്തെ ലൂപ്പിന്റെ ബോഡി. അപ്പൊ ആ ബോഡി എക്സിക്യൂട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പുറത്തോട്ട് വരും. ഔട്ടർ ലൂപ്പ് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഔട്ടർ ലൂപ്പ് തെറ്റിയിട്ടില്ല, അതിന്റെ കണ്ടീഷൻ തെറ്റായ മാത്രമേ ഔട്ടർ ലൂപ്പ് നിൽക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ഐയുടെ വില കൂട്ടും. ഐയുടെ വില കൂട്ടുമ്പോൾ ഐ 1 മാറിയിട്ട് 0 മാറിയിട്ട് 1 ആവും. 1 ആയിട്ട് എവിടെ കയറും, കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. 1 <4 ശരിയാണ്. ശരിയാകുമ്പോൾ വീണ്ടും അകത്ത് കയറും. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, അകത്ത് കയറിയിട്ട് ഐയുടെ വില ഇപ്പൊ 1. കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയായതുകൊണ്ട് നേരെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് ജെയ്ക്കകത്ത് വാല്യൂ സെറ്റ് ചെയ്തോളും. ജെ എന്ന് പറയാൻ നേരത്ത് I+1, ഐക്കകത്തിരിക്കണം 1, 1+1 2. ഇപ്പൊ ജെയ്ക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്, 2ആണ് ജെയ്ക്കകത്തിരിക്കുന്ന വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യാം, കണ്ടീഷൻ നോക്കും. 2 <4 ആണോ നോക്കും. ശരിയാണ്. ശരിയായതുകൊണ്ട് എന്ത് ചെയ്യും, നേരെ ഇഫിന്റെ അകത്ത് കയറും. ഇഫിന്റെ അകത്ത് കയറുമ്പോൾ ARR ഓഫ് ഐക്കകത്തിരിക്കുന്ന വാല്യൂ 1 ആണ്. അപ്പൊ ARR ഓഫ് 1 പ്ലസ് ARR ഓഫ് ജെയ്ക്കകത്തിരിക്കുന്ന വാല്യൂ 2 ആണ്. ഈക്വൽ ടു ടാർഗറ്റ് 18 ആണോ നോക്കും. അപ്പൊ ARR ഓഫ് 1 17 7 പ്ലസ് ARR ഓഫ് 3 16 ഈക്വൽ ടു 18 ആണോ നോക്കും. അപ്പൊ 18 ഈക്വൽ ടു 18 ശരിയാണ്. ശരിയാണെങ്കിൽ എന്ത് പറയും, കൺസോളിനകത്ത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറയും. A ഓഫ് ഐയുടെ വില 1, A ഓഫ് ജെയുടെ വില 2 3. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലോജിക്ക്. ഇതേപോലെ നമുക്ക് ഇതേപോലെ നമുക്ക് അറേ യൂസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം.